ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കിന്ന് ചിക്കൻ ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്യുക. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ചെറിയ ഡോണറ്റ്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോൾസ് ആക്കി എടുത്ത ശേഷം നമുക്കിതുപോലെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉഴുന്നോടൊക്കെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കണം. ചെറിയ ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ആക്കിയെടുക്കുന്ന ടൈമിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഡോണറ്റ്സും റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു ഡോണറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഡോണറ്റ്സ് എല്ലാം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് ഫ്രൈ ആക്കിയാൽ മതി. ഇനി നമുക്കിത് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ചിക്കനെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കളറ് മാറിയിട്ട് ഉൾഭാഗം കുക്കാവാണ്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഡോണറ്റ്സ് എല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡോണറ്റ്സ് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്